Kavita Gold and Diamonds. Choose your special. അങ്ങനെ അങ്ങാടിപ്പുറത്ത് കട്ടവിരിക്കൽ കഴിഞ്ഞ് ഈ കുപ്രസിദ്ധമായ അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയിരിക്കുന്നു. ഇന്നു മുതലാണ് ആ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് റോഡിൽ മധ്യത്തിൽ തന്നെ ഒരു ഡിവൈഡർ പോലെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ജനങ്ങൾ പറയുന്നത് അത് ഇരട്ടി ദുരിതമായി മാറിയിട്ടുണ്ട് എന്നാണ്. കാരണം പരിയാപുരം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരത്തെയൊക്കെ അതിലേ കടന്നു പോകുമായിരുന്നു. ഇപ്പോൾ കടന്ന് അങ്ങ് റോഡിൽ അറ്റത്ത് പോയി യൂട്ടേൺ അടിച്ച് വരേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ അവിടെ കറങ്ങി വരണം. അതായത് ഇപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു സംഭവം തുടക്കത്തിൽ തന്നെ പാളിയോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം എടുക്കാം. അതായത് അങ്ങാടിപ്പുറത്തെ ഗതാഗത പരിഷ്കരണം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് പറയേണ്ടത് ഇവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും മറ്റ് ബസ് തൊഴിലാളികളും ഒക്കെയാണ്. അവരോട് ചോദിക്കാം. കട്ടവിരിക്കലൊക്കെ കഴിഞ്ഞ് ഗതാഗത പരിഷ്കരണമൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ഏകദേശം ഇനിയിപ്പോൾ ഗതാഗതക്കുരുക്ക് വലിയ രീതിയിൽ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വൻവേ അടിസ്ഥാനം വളരെ അപരാധ്യപരമായിട്ടുള്ളത്, അത് ശരിയല്ല. ഇത് ആരോട്, വ്യാപാരികളോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളോട് ആരോടും ഒരു ഡിസ്കഷൻ ചെയ്യാതെ നിർത്തിയിട്ടുള്ള ഏകാന്തമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ ഒരു വൻവേ അടിസ്ഥാനം. പക്ഷേ ഈ പരിയാരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മുഴുവൻ ഈ യൂട്ടേൺ ചെയ്ത് വരുന്ന ഈ ഒരു സമയം നോക്കി ഇത് തീരെ വീതിയില്ലാത്ത സ്ഥലത്താണ് യൂട്ടേൺ കൊടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് തുറന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്ടേൺ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാം. പക്ഷേ ഇതൊരു എന്താ പറയുക, തുക്ലക് പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അനുവദിക്കില്ല. ഞങ്ങൾ വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ പോവാണ്. ഇതിങ്ങനെ ആകുമ്പോൾ വ്യാപാരികൾ നോക്കും, എല്ലാ കടകളും ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനം പോലും നിർത്തി ഒരു സാധനം വാങ്ങിക്കുവാനോ പൊതുജനങ്ങൾക്ക് നടന്നു പോകാനും കൊണ്ട് സംവിധാനമില്ല. സാധാരണ ബസ് അവിടെ നിർത്തിയിട്ട് പൊതുജനങ്ങൾ ഇത്രയും ദൂരം നടന്നു പോവാണ്. ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു പോകണം. ആ ജനങ്ങൾക്ക് നടന്നു പോകാനും കൂടി വീതിയില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ ആരാണ് ഇതിന് ഉത്തരവാദിത്വം നൽകിയതെന്ന് അറിയില്ല. പക്ഷേ ഇത് നോക്കാൻ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റും. താങ്കൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും മങ്കട മണ്ഡലം സെക്രട്ടറിയും കൂടിയാണ് വ്യാപാരി വ്യവസായിൻ്റെ. അപ്പം ഇത് അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോവാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ ഡിവൈഡറുകൾ ഇവിടുന്ന് മാറ്റി വാഹനങ്ങളുടെ സുഗമമായ കടന്നുപോക്കിന് അതിന് ഒരു മുൻഗണന എടുക്കണമെന്നാണ് പറയാനുള്ളത് വ്യാപാരി വ്യവസായം. അപ്പോൾ വ്യാപാരികൾക്കിപ്പോൾ ഈ ട്രാഫിക് പരിഷ്കരണം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നതാണെന്നാണ് ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും വ്യാപാരികളുടെ പ്രതികരണം, അവർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇനി ഓട്ടോ തൊഴിലാളികളുടെ അഭിപ്രായം തേടാം. ാണ് ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ വളരെ എളുപ്പമായില്ലേ? പെട്ടെന്ന് എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ലേ? എന്താ പറയുക, ഒരു പരിഹാരമായിട്ടില്ല. ഇപ്പോൾ എന്താ പിന്നെ ചെയ്യാന്ന് അറിയില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞങ്ങളോട് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണക്ക് പോകണമെങ്കിൽ ഞങ്ങൾ അങ്ങാടിപ്പുറം മേലെ പോയി കറങ്ങിയിട്ട് വേണം വരാൻ. ഒരു രക്ഷയില്ല പോകാൻ. വലിയ നഷ്ടമാണ്. എല്ലാ അഭാവങ്ങളും നേരിടുന്നു ഭരണാധികാരികൾക്ക്. അല്ല, ഇപ്പോൾ ഈ ട്രാഫിക് പരിഷ്കരണം വന്നപ്പോൾ നിങ്ങൾക്ക് മനുഷ്യനെ ദ്രോഹിക്കാൻ വേറെന്താ ചെയ്യുക? അങ്ങനെയാണോ? ഇനി കഴുത്തിറക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, നിങ്ങൾക്കിപ്പോൾ നേരത്തേക്ക് ഒരു ഓട്ടം വന്നാൽ പെരിന്തൽമണ്ണയ്ക്ക് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ പോയിട്ട് അവിടെ എവിടെ ഇപ്പം ഈ വളാഞ്ചേരി റോഡാണെങ്കിൽ കോട്ടപ്പറമ്പ് സ്കൂളിന് പറയും, അവിടെ പോയി കറങ്ങണം. അപ്പോൾ അത്രയും നേരെ താഴെ പോയിട്ട് അതേ ലൈനിൽ വരണം. അപ്പോൾ കുറച്ച് നാട് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അത് സന്തോഷമല്ലേ? സുഖം. പുതിയ ട്രാഫിക് പരിഷ്കരണത്തിൽ നാട് കാണാൻ പറ്റുന്നില്ലേ? വെച്ചാൽ ഞങ്ങൾക്ക് മുഴുവനായിട്ട് ക്ലിയർ ആയിട്ടില്ല എങ്ങനെ പോകേണ്ടതെന്നുള്ളത് വഴികൾ. കാരണം ഇപ്പോൾ ഇവിടുന്ന് പെരുന്തൽമണ്ണയ്ക്ക് പോവുകയാണെന്ന് ഒക്കെ ഈ പോക്കറ്റ് റോഡ് വേണം. ഒക്കെ ചെറിയ വഴികളാണ്. അല്ലെങ്കിൽ യൂ ടേൺ അടിക്കുക, എവിടെ ഇപ്പം മേലെ പോയി തിരിക്കുക, എവിടെ ഒരു കറക്റ്റ് സ്ഥലമില്ല. അതാണ് അപ്പോൾ അവസ്ഥ. അങ്ങാടിപ്പുറത്ത് പാലത്തിന് സമീപം കട്ടയെല്ലാം വിരിച്ച ഏകദേശം ട്രാഫിക് പരിഷ്കരണമൊക്കെ വരുത്തി. ഇപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇരട്ടി ദുരിതമായി മാറിയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ട്രാഫിക് പരിഷ്കരണം വലിയ ദുരിതമായി മാറിയെന്ന് പറയുന്നു. വ്യാപാരികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തുമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് തുടങ്ങിയ ട്രാഫിക് പരിഷ്കരണത്തിന് ശേഷം പാലത്തിന് സമീപത്തേക്ക് എത്തുമ്പോൾ ചെറുതായിട്ട് ഗതാഗതക്കുരുക്ക് കുറഞ്ഞു വരുന്നതായി തോന്നും. പക്ഷേ വേറൊരു കാര്യം പറയാനുണ്ട്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല, കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല.
ഇപ്പോൾ ചെറുതായിട്ടൊരു കുരുക്ക് ആശ്വാസമായി എന്ന് തോന്നിയാലും അപ്പുറത്തുള്ള ട്രാഫിക് പരിഷ്കരണം ദുരിതമായി മാറുന്നെന്ന് വ്യാപാരികൾ പറയുമ്പോഴും ഹെവി വാഹനങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ ഈ കുരുക്ക് ഇതുപോലെയൊന്നും ആവില്ല എന്നാണ് നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും പറയുന്നത്. ഓട്ടോ തൊഴിലാളികൾ വലിയൊരു സങ്കടം നമ്മോട് പങ്കുവച്ചു. അവർക്ക് നേരത്തെ പോലെ ഓടാൻ പറ്റുന്നില്ല. ഒരു ഓട്ടം കിട്ടിയാൽ ഒരുപാട് ദൂരം കറങ്ങി വരേണ്ട അവസ്ഥയുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ട്രാഫിക് പരിഷ്കരണം എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വ്യക്തമാവില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ബസ് ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൂടി ഓടിത്തുടങ്ങിയാൽ ചിലപ്പോൾ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പിന്നീട് പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും അമ്പലത്തിൻ്റെ സമീപവും അതിനോട് വളാഞ്ചേരി ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തും ഇപ്പോഴും കുരുക്ക് തന്നെയാണ്. ആ കുരുക്ക് കൂടി അടിച്ചാൽ മാത്രമാണ് ഇപ്പോൾ കട്ട വിരിച്ചതുൾപ്പെടെ അല്പമെങ്കിലും ആശ്വാസമുണ്ടാകൂ എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്, നിള 24 ലൈവ്.